എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരുവിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷാ ഫലം ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ സാധിച്ചു. സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമിൽ മാത്രമേ സപ്ലി ഉണ്ടായിരുന്നുള്ളൂ. അത് ജയിക്കാൻ സാധിച്ചു. ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. പക്ഷെ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞു നമുക്ക് എന്താണ് റിവാലുവേഷൻ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി എന്ന്. അപ്പോൾ തോറ്റുപോയവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി അടുത്ത പരീക്ഷ എപ്പോഴായിരിക്കും, ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും, ആർക്കൊക്കെ ആ പരീക്ഷ എഴുതാൻ സാധിക്കും എന്നിങ്ങനെയുള്ള മുഴുവൻ സംശയങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ പ്രധാനമറിയുന്ന വാർത്ത രീതി നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റതായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരീക്ഷ എപ്പോഴായിരിക്കും, എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും, ആർക്കൊക്കെ എഴുതാൻ സാധിക്കും? അടുത്ത പരീക്ഷ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളുടെ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും അടുത്ത പരീക്ഷ ഉണ്ടാവുക. എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കുറച്ച് മാസങ്ങൾ കൂടി, ഒരു 5 മാസങ്ങൾ കൂടി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 5-6 മാസം കൂടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എത്ര നാൾ, അപ്പം നിങ്ങൾക്ക് അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആർക്കൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കും? ഇപ്പോൾ ഈ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാം നടത്തിയത് 2019 മുതൽ 2023 വരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെയാണ്. 2019 മുതൽ 2023 വരെ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് ഇത്തവണ യൂണിവേഴ്സിറ്റി നടത്തിയത്. അപ്പോൾ ഇനി അടുത്ത പരീക്ഷയിൽ പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. കാരണം അത് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകളായിട്ട് എഴുതാൻ സാധിക്കില്ല. കാരണം അവരുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2020 അതുപോലെ തന്നെ 2021 2022, 2023 പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ടെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇനി പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയും മേഴ്സി ചാൻസ് പരീക്ഷകളും ഒക്കെയാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. അതിനായി ചിലപ്പോൾ നിങ്ങൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ തോറ്റുപോയവർ പ്രധാനമായിട്ടും വളരെ ഇപ്പം 1 മാർക്കിന് അല്ലെങ്കിൽ വളരെ ചെറിയ മാർക്കിനൊക്കെയാണ് തോറ്റുപോയെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റീവാലുവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. റീവാലുവേഷൻ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് മാർക്കിനൊക്കെയാണ് നിങ്ങൾ തോറ്റുപോയെങ്കിൽ, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും തോറ്റുപോയി. നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടെങ്കിൽ, ഇനി ഒരു ജയിക്കും എന്നൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി റീവാലുവേഷനാണ് അടുത്തൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ റീവാലുവേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കതിന് ഫീസ് അടച്ചുകൊണ്ട് റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മാർച്ച് ഏപ്രിൽ മാസം, ഒരു 5-6 മാസം കാത്തിരിക്കേണ്ടി വരും. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് ചെയ്യേണ്ടി വരും, 1 ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെന്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് പരീക്ഷ, അത് 1 ടൈം റെഗുലർ സപ്ലിമെന്ററി എക്സാമിനേഷൻ, സ്പെഷ്യൽ സപ്ലിമെന്ററി എക്സാമിനേഷൻ, മേഴ്സി ചാൻസ് പരീക്ഷകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രീൻ ഫോട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.